കട്ട് ചെയ്തിട്ട് ഇതാണെന്നല്ല അർത്ഥം. ഇപ്പൊ ഒന്ന് പൂട്ടി നോക്കാം. അയാളറിയാം. പറയാനൊന്നുമില്ല. വിഷയം വിഷയമാണ് പ്രശ്നം. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിലൊരു വിഷയം പിന്നെ വന്നിട്ടുണ്ടായി. ഞാൻ അല്ല മറ്റേ വിഷം ബ്രോ നമ്മുടെ തന്നെ ആവേശം കെട്ടടങ്ങിയല്ലോ. അല്ല അതിന്റെ പുതിയ ന്യൂസ് തന്നെയാണ്. സത്യമാണെന്ന് അറിയില്ല. വിൽക്കാൻ ഉദ്ദേശിച്ച യൂണിറ്റുകൾ പോലും വിറ്റഴിയണില്ല. പെർ വീക്ക് 2 യൂണിറ്റ് 3 യൂണിറ്റ് ഒക്കെ വിറ്റ് പോകണുള്ളൂന്നേ മെയിൻ ഷോപ്പുകളിലൊക്കെ ആയിട്ട്. അവരെന്തോ 5 ലക്ഷം യൂണിറ്റ് മൊത്തത്തിൽ വിൽക്കും എന്നാണ് ഈ ക്വാർട്ടറിലോ ഫിനാൻഷ്യൽ ഇയർ എന്തെങ്കിലും പ്ലാനിട്ട്. ഇപ്പോഴും എന്തോ 2,20,000 എന്തോ ആയിട്ടുള്ളൂ. അപ്പൊ ഗ്രാഫ് ശരിക്കും താഴത്തേക്ക് പോയി. അതെ, ഇപ്പൊ ഭയങ്കര പ്രൊമോഷൻ പിന്നെയും കൂട്ടി. പക്ഷെ എന്നാലും കുറെ പേര് റിട്ടേൺ അടിക്കേണ്ട സാധനം. കാര്യം ഇനീഷ്യൽ എക്സൈറ്റ്മെന്റ് കഴിഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, പലരും തിരിച്ച് ഫോണിലേക്കും ടാബിലേക്കാണ് തിരിച്ചു പോണേന്നെ ഇതിനകത്ത് കണ്ടിട്ട്. ആളുകൾക്ക് ചിലപ്പോ സിനിമ കാണാൻ ചിലപ്പോ പറ്റും, പക്ഷെ എന്നാലും എത്രത്തോളം ഒറ്റയ്ക്ക് ഇരുന്നത് കാണുമായിരിക്കും. ഇതൊക്കെ ഒരു എന്താണ് കമ്മ്യൂണൽ വ്യൂവിങ് സിനിമയ്ക്ക്. അതൊക്കെ അതിന്റേതായ എഫക്ട് ഉണ്ടല്ലോ. തിയേറ്ററിൽ പോയി കാണുക അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം കാണാം. ഒറ്റയ്ക്കാണെന്നവരുണ്ട്, നമ്മൾ ഒരുപാട് ഒറ്റയ്ക്ക് സിനിമ കാണുന്നുണ്ട്. പക്ഷെ അതല്ല മേടിച്ചവർക്ക് ചിലപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. ട്രൈ ചെയ്യാൻ ചിലപ്പോൾ വില കുറഞ്ഞ ഇതിനും വ്യത്യാസം ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, ചിലപ്പോ $1,500 കുറച്ചും കൂടി ചാർജ് ഒക്കെ നിക്കണേ. അതെ, എത്ര വേരിയന്റ് ഇറങ്ങിയാ ചിലപ്പോ ഇപ്പൊ പറഞ്ഞ പോലെ OnePlus ഓണറൊക്കെ ഇറക്കുകയാണെങ്കിൽ അതെ പിന്നെ മേടിച്ചു തുടങ്ങും. ഇറക്കണം. അയ്യോ, മറ്റേ സക്കർബർഗ് ഇപ്പോഴും ഇത് പറഞ്ഞ് നടക്കുകയാണ്. പുതിയ വീഡിയോ എന്താ കഴിഞ്ഞ ആഴ്ച കൂടി ഇറങ്ങിയായിരുന്നു. ആണോ? ഞങ്ങളിത് ഓപ്പൺ സോഴ്സ് ഇതാണ് ഓപ്പൺ മോഡൽ. അതായത് ആപ്പിളിന്റെ ക്ലോസ്ഡ് മോഡൽ ഫോൺ സിസ്റ്റം വിജയിച്ചു അമേരിക്കയില്. കാര്യം മൊത്തത്തിൽ അവരൊരു ഇക്കോ സിസ്റ്റം മെസ്സേജ് വരെ കിട്ടില്ല. പക്ഷെ കമ്പ്യൂട്ടിങ്ങില് വിൻഡോസ് ആണ് ഹിറ്റ് ആയത്. കാര്യം കുറെ പേര് ഉപയോഗിക്കുന്നത് പുറത്തുനിന്ന് തേർഡ് പാർട്ടി സാധനങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇവരുടെ ഈ VR പരിപാടിയില് മെറ്റ വിജയിക്കണം എന്നാണ് ഒരു ആഗ്രഹം. കാര്യം ഒരുപാട് തേർഡ് പാർട്ടി സാധനങ്ങൾ ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ. പക്ഷെ ആപ്പിളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് അവരുടെ ഇയാളിങ്ങനെയാണെന്ന് പറയാനുണ്ട്. പക്ഷെ ഇതൊരു ഭാവിയിൽ ചിലപ്പോ ഹിറ്റ് ആയിരിക്കട്ടെ. മറ്റേ ഇന്ന് തന്നെ പറഞ്ഞില്ല ഡിസ്നി പ്ലസിന്റെ അതൊക്കെ ഇതിനകത്ത് റെഡി പ്ലെയർ പോലെ വന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റ് അയ്യോ അപ്പൊ അതൊക്കെ ഒരു ഗെയിം ചേഞ്ചിങ് വരുമായിരിക്കും. പക്ഷെ സമയം എടുക്കും അതും ഒരു. അല്ല ഇതെന്താ 2 പ്രശ്നം. ഒന്ന് ചാർജ് ഒട്ടും നിൽക്കില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ ചാർജ് ഉള്ളൂ. പിന്നെന്ന് വെച്ചാൽ ഇത് വെക്കുന്നവർക്ക് ഈ തലവേദന, എല്ലാവർക്കും അല്ല, കുറെ പേർക്ക് തലവേദന ഇഷ്യൂ, കണ്ണിന്റെ ഇത് പ്രശ്നം പറയുന്നത്. ഞാൻ ഫസ്റ്റ് ജെൻ ആണ്, എന്റെ ഒരു ഇതുണ്ട്. ജെൻ വരണം, ചിലപ്പോ പറയാൻ പറ്റില്ല. പക്ഷെ അത് ശരിയാണ്. ഈ ക്ലോസ്ഡ് ഇപ്പൊ ഓപ്പൺ പറഞ്ഞ ഓപ്പൺ വോയിസ് അങ്ങനത്തെ ഒക്കെ എന്താ പറയാ, ഇപ്പൊ മറ്റേ ഈ ഇതില്ലേ സോറയില്ലേ വീഡിയോ ഉണ്ടാക്കുന്നത്, സോറയോ എന്തായിരുന്നു പേര് മറന്നു. പക്ഷെ ഇങ്ങനെ എന്താണ് അത് ഓപ്പൺ സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് അതിൽ ആർക്കും ഡെവലപ്മെന്റ് പിന്നെ ഇപ്പൊ എനിക്കാണ് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പുറത്ത് പണിയെടുത്ത് എന്റെ ഒരു സാധനം അതാണ് ഈ ഉദ്ദേശിക്കുന്നവര്. മനസ്സിലായോ? അതല്ലേ ഞാൻ ഇങ്ങനെ എന്തോ ചില വീഡിയോ കണ്ടപ്പോ ഞെട്ടിപ്പോയി. എന്താണ് ഒരുത്തൻ കൊടുത്ത കമാൻഡ്, ടോക്കിയോ നഗരത്തിൽ കൂടി ഒരു ഏലിയൻ നടന്നു വന്നു അമ്പരപ്പോടെ നോക്കുന്നു രീതിയിൽ. 10 സെക്കൻഡ് വീഡിയോ ഉള്ളൂ. പക്ഷെ എന്തോ ഒരുമാതിരി സിനിമാറ്റിക് പോലത്തെ ഒരു സാധനേ. അയ്യോ, ബ്ലണ്ടറൊക്കെ പഠിച്ച് വേസ്റ്റ് ആയി. അതെ, സമയം എടുത്ത് റെൻഡർ ചെയ്യിപ്പിച്ച് ഓരോന്ന് ചെയ്ത്. അപ്പൊ ഞാൻ ആലോചിച്ചെന്താ അറിയോ, അപ്പൊ ശരിയാണ്, ഇപ്പൊ AI വരുന്നുണ്ട്, ഒക്കെ ശരി. ഇപ്പൊ നമ്മള് പണിയെടുക്കണ്ട, ഇപ്പൊ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ എനിക്കൊരു ഷോർട്ട് വേണം, ആ ഷോർട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടുമല്ലോ. അല്ല ഞാനൊരു വീഡിയോ എടുത്തിട്ട് അതിൽ VFX ചെയ്യണമെങ്കിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ എന്ത് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞാൽ ഈ സാധനം ചെയ്തു തരും. എന്നാലൊരു ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്ന ഒരു സാധനം. അത് ശരിയാ. ഇതിപ്പോ നമ്മൾ ആഗ്രഹിച്ച ഏലിയന്റെ ഫേസ് തന്നെയാണ് മറ്റേത്. ചെയ്യണവർക്ക് ചിലപ്പോ ഇനിയിപ്പോ ഭാവിയിൽ അപ്ഡേഷൻ വരികയായിരിക്കും, ഭയങ്കര ഡീറ്റെയിലിംഗ് കൊടുത്ത് തരാൻ ചിലപ്പോ വിചാരിക്കും. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയില് ഇപ്പൊ എന്റെ വിഷൻ എന്താണോ അത് കറക്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണ്ടേ. പെൻസിൽ എടുത്ത് വരച്ചാലേ കിട്ടൂ.
ഇപ്പൊ ഞാൻ നിനക്ക് പറഞ്ഞത് ഇങ്ങനെ വരയ്ക്കുക അങ്ങനെയല്ല, കണ്ണിങ്ങനെയൊക്കെ എത്ര നാളും ഞാൻ പറയുമ്പോൾ അതന്നെ, നിന്റെ മൈൻഡിലുള്ളത് കിട്ടണമെങ്കിൽ സമയം എടുക്കുമല്ലോ, ചിലപ്പോ കിട്ടിയില്ല തന്നെ വരും. വേറെ സംഭവം ഉണ്ടല്ലോ, ഉം. നമ്മള് ഇതിന്റെ മുന്നേ ഈ പറഞ്ഞ പോലെ വേറൊരു ടോക്ക് നമ്മൾ ഉണ്ടായത് അമേരിക്ക ഡോളറിന്റെ സ്റ്റെബിലിറ്റിനെ ചോദിച്ചിട്ട് നമ്മൾ ഇതിന്റെ മുന്നേ പറഞ്ഞില്ലേ. അത് തന്നെ ഡോളറിന്റെ സ്റ്റെബിലിറ്റി മാത്രല്ല, പൊതുവെ US എങ്ങനെ ഇത്ര അടിപൊളി എന്നുള്ള അതിന്റെ ഒരു വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിണ്ടായി ഞാൻ. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാല്, സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോ ബാക്കി കൺട്രീസ് ഒക്കെ താഴെ പോയ സമയത്ത് വേൾഡ് വാറിൽ ഉണ്ടായിരുന്ന കൺട്രിയാണല്ലോ അമേരിക്ക. പക്ഷെ ഇവരെ നാട്ടിൽ യുദ്ധമൊന്നും നടന്നില്ലല്ലോ. ഇവർക്ക് പേൾ ഹാർബർ നടന്നിട്ടില്ലേ? പേൾ ഹാർബർ നടന്നുണ്ട്, പക്ഷെ കുറച്ച് ജപ്പാന്റെ പക്ഷെ മെയിൻ ആയിട്ടുള്ള യുദ്ധം മൊത്തം യൂറോപ്പിലായിരുന്നല്ലോ ഇൻവേഷൻ. നാശകോശമായി പോയത് യൂറോപ്പിൽ. ഇവര് സൈഡിലിരുന്ന് ഇടുക്കി ഇടുക്കി അതാക്കി ഇതാക്കി ഇവരതിന്റെ കൂടെ കുത്തിത്തിരിപ്പാക്കുന്നല്ലാണ്ട് മറ്റവർക്കൊന്നും അധികം കിട്ടിയില്ല. ശരിയാ. അത് അപ്പൊ എന്താ സംഭവിച്ച, ബാക്കിയുള്ള കറൻസി ഒക്കെ ഇടിഞ്ഞപ്പോ ഇവരത് മാത്രം സ്റ്റേബിൾ ആയി. കാര്യം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇവിടെ വരാൻ തുടങ്ങി. കാര്യം ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ വെച്ച് വന്നതാണ്. അതായത് ഡെവലപ്മെന്റ് ഇപ്പൊ എന്താണ് ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ ആ ഒരു സമയത്തൊക്കെ ഇവരെ ഓൾറെഡി സ്റ്റേബിൾ ആയി ഇങ്ങനെ കയറി അങ്ങ് വന്നു. ബാക്കിയുള്ളത് ഡെവലപ്പ് ആയി വരുന്ന സമയത്ത് ഇവർക്ക് അത്ര പ്രശ്നങ്ങളൊന്നും പറ്റിയില്ലല്ലോ. ഈ വേൾഡ് വാർ കഴിഞ്ഞ് ഇതൊക്കെ നന്നായി വരുന്ന സമയത്ത് ഇപ്പൊ ഞാനൊരു കമ്പനി എടുക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നു, വലിയൊരു കമ്പനി വിചാരിച്ചു, മൾട്ടിനാഷണൽ കമ്പനി, എന്തുകൊണ്ട് അമേരിക്ക തുടങ്ങിക്കൂടാ? അവിടെ ഓൾറെഡി എല്ലാം സെറ്റാണ്, പ്രശ്നങ്ങളില്ല, യുദ്ധമില്ല. യുദ്ധമില്ല എന്ന് വെച്ചാൽ യുദ്ധത്തിലുള്ളതാണ്, പക്ഷെ എല്ലാം കൂടെ ഓക്കെ ആണെന്നല്ലോ അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെയാണ് അതിൽ ഒരു കാരണം അത്. പിന്നെ ഇവരുടെ കുറെ പ്ലാനുകൾ ഉണ്ടല്ലോ അല്ലെ പണ്ട് തൊട്ട് ഇങ്ങനെ. ഇതൊക്കെ ചിലപ്പോ ഒരു ഇവന്മാരുടെ എന്താണ് അജണ്ട ഇരിക്കും. അതിൽ ഇവര് കുറെ സ്ഥലം, അതായത് അന്നത്തെ കാലത്ത് ഒരു രാജ്യം മെയിനായിട്ട് എന്താ പറയാ, അതിന്റെ ഒരു ഇപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ ടെക്നോളജി, AI, പിന്നെ പണ്ടാണെങ്കിൽ റിസോഴ്സസ് അല്ലേ, റോ മെറ്റീരിയൽസ്. ഇപ്പൊ ഖനനം ചെയ്യാൻ ചാർക്കോള് അല്ലെങ്കിൽ ഡീസലൊക്കെ പിന്നെയല്ലേ വരുന്നത്, പെട്രോളൊക്കെ. മെയിൻ ആയിട്ട് അന്ന് ചാർക്കോൾ ആയിരുന്നല്ലോ. സ്വർണം, ഇപ്പൊ മെറ്റല്, അയൺ, കോപ്പർ, അയണൊക്കെ അന്ന് ഭയങ്കര ഇതായിരുന്നല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ ലാൻഡ് ഏരിയ ഏത് രാജ്യത്തിനുണ്ടോ അവർക്ക് അന്നൊരു കയ്യൂക്കുണ്ട്. റഷ്യയും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ പണ്ടത്തെ വേദകാലഘട്ടത്തിലൊക്കെ പശുവായിരുന്നു കൂടുതൽ പശുള്ളവൻ ഈ സംഭവം എന്നുള്ളത്. പിന്നെ ഇപ്പൊ ഈ കാലഘട്ടം ഇതാ പറയുന്നത്. അന്നപ്പോ അമേരിക്കക്ക് ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ നിലവിലുണ്ടായിരുന്നതും ബെസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഒക്കെ അമേരിക്ക ആയിരുന്നല്ലോ. അപ്പൊ ഇത് അമേരിക്ക നിലവിൽ വന്നപ്പോ ഇത്രയും വലുതല്ലായിരുന്നു. അതിന്റെ ഒരു ഈസ്റ്റ്, അത് ഈ ഒരു ഭാഗം മാത്രമേ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. പിന്നെയാണ് ഇത് മൊത്തം ഒരു സ്ട്രിപ്പ് വന്നത്, മെല്ലെ മെല്ലെ ഏടായി വന്നതാ ഈ 50 സ്റ്റേറ്റുകളിലേക്ക് എത്തി. അന്ന് 30 സ്റ്റേറ്റ് ഉണ്ടായുള്ളൂ തുടങ്ങിയ സമയത്ത്. 38 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇപ്പൊ എത്ര സ്റ്റേറ്റാ? 48, 50. എന്നിട്ട് പിന്നെ ഇവരുടെ ഇന്ന് ഈ പുതിയ ഈ ഹ്യൂമൻ റൈറ്റ്സും പിന്നെ ഇതൊക്കെ കണ്ട് ഡെമോക്രസി ഒക്കെ കണ്ടിട്ട് കുറെ രാജ്യങ്ങള് സ്റ്റേറ്റ്സ് ആയി വന്ന്, പിന്നെ ഇവര് പൈസ കൊടുത്തിട്ട് കുറെ സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അലാസ്കൊക്കെ അങ്ങനെ വാങ്ങിയതാണ്, പൈസ കൊടുത്തിട്ട്. അത് എന്ത് വലിയ സ്ട്രിപ്പാണ്, അന്ന് ഇത്തിരി അത്യാവശ്യം വലുതാണ്. റഷ്യയുടെ വാങ്ങിയത്. അങ്ങനെയാണ് ഇത് രാജ്യം വലുതായി നല്ലപോലെ. പിന്നെ അങ്ങനെ ഓൾറെഡി നിൽക്കുന്ന സമയത്ത് ഡോളറിന് ഓൾറെഡി ഒബ്വിയസ് ആയിട്ട് സ്ട്രോങ് ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ ഗോൾഡിന്റെ എന്തൊരു സംഭവം ഉണ്ട്, ഗോൾഡ് ആയിട്ട് എന്തോ കണക്ട് ചെയ്തിട്ടൊക്കെ. ആ കറക്റ്റ് അതെന്താന്ന് എനിക്ക് അറിയില്ല, ഞാനത് നോക്കിയിട്ടില്ലേ സംഭവം. അന്ന് പറഞ്ഞെങ്കിൽ പിന്നെ വിട്ടുപോയി. അങ്ങനെ ആയ സമയത്ത് ഇതൊക്കെ വന്നപ്പോ ഓൾറെഡി പിന്നെ പല ഓൾറെഡി ഇത്ര സൂപ്പർ പവർ ആയി നിൽക്കാൻ ഡെവലപ്പ് ആയല്ലോ ബാക്കി കൺട്രീസ് വെച്ച് നോക്കുമ്പോ. അപ്പൊ എന്താ വെച്ചാൽ ലോകകാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഇടപെടാനുള്ളൊരു ഇതെത്തി, ലെവലെത്തി. ഇപ്പൊ ഒരു പ്രശ്നം വന്നാലൊക്കെ അതിൽ കയറി കമന്റ് ചെയ്യാൻ. അപ്പൊ ഓൾറെഡി അവർക്കൊരു വിലയായി. കയ്യൂക്കുള്ള കാര്യക്കാരെന്ന് പറയും പോലെ. ജപ്പാനിലെ ബോംബ് പൊട്ടിച്ചവിടെ മൊത്തത്തിൽ നമ്മളെ ഈ സാധനം ഇറക്കുന്നതായി. അതാണ് ഒരു റീസൺ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് ദുബായിന്റെ കാര്യം. ദുബായ് എന്തുണ്ടായിട്ടാ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ ആണല്ലോ. 50 വർഷം മുമ്പ് ദുബായ്, ഇപ്പൊ നീ ചിന്തിക്കാനുണ്ടല്ലോ, ഒരു റിസോഴ്സും ഇല്ല, ആകെ പറയാനുള്ള എണ്ണയാണ്. അതും അവർക്ക് വലിയൊരു GDP ഒന്നും കൊടുക്കുന്നില്ല എണ്ണ. പിന്നെ ഒരു ഇപ്പൊ ടൂറിസം, അത് ഈ അടുത്താണ് ടൂറിസം വന്നത്, പെട്രോളിയത്തിൽ നിന്ന് വികസിച്ചതിന് ശേഷം തുടങ്ങിയ പരിപാടി. അതിന്റെ ഹിസ്റ്ററി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതാണ് മെയിൻ ആയിട്ട്. അതായത് 1800 സമയത്തൊക്കെ ഈ ബ്രിട്ടീഷുകാര് ഇങ്ങനെ പൊതുവെ യൂറോപ്യൻസ് ഏഷ്യയിലേക്ക് ചരക്ക് നീക്കം കാര്യങ്ങളും തുടങ്ങിയ സമയത്ത്
അവർക്ക് മെയിൻ ആയിട്ട് ഈ ജേർണീന്റെ ഇടയിൽ നിർത്താൻ പറ്റിയ സ്ഥലമായിരുന്നു ദുബായ്. അന്ന് ദുബായ് ഒന്നുമില്ല, അന്ന് വെറും ഗോത്രാർഗങ്ങൾ മാത്രമുള്ള ഒരു അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു, ഒരു മരുഭൂമിയായിരുന്നു കുറച്ച് ഏരിയ. അന്ന് ഈ രാജാക്കന്മാരൊന്നും ഉണ്ടായില്ല ഇപ്പൊ ഈ പറയണ ആ രാജാക്കന്മാരൊക്കെ ഇതിന് ശേഷം വന്നതാ. അതെ. രാജാക്കന്മാരായത് എങ്ങനെയാന്ന് വെച്ചാ അന്ന് UAE ഇല്ല, ദുബായ് ഒരു സ്ട്രിപ്പ്, അബുദാബി ഒരു സ്ട്രിപ്പ്, അങ്ങനെയായിരുന്നു ഒന്ന്. അബുദാബി ആയിരുന്നു മെയിൻ, അത് പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് ദുബായ് അബുദാബി ആയത്. അങ്ങനെ 2 ഡിവിഷൻ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇത് UAE ആയി കഴിഞ്ഞതിന് ശേഷം അബുദാബി, പിന്നെ നന്നായി ദുബായ് ആണെങ്കിലും ലാൻഡ് ഏരിയ ഒക്കെ വെച്ചിട്ട് അബുദാബി എന്ന് തോന്നുന്നു കൂടുതൽ, തെറ്റാണെന്ന് അറിയില്ല. പിന്നെ അന്നത്തെ ഒരു മെയിൻ ഇത് അബുദാബി ആയിരുന്നല്ലോ, അത് സ്പ്ലിറ്റ് ആയിട്ടല്ലേ ദുബായ് വന്നത്. അങ്ങനെയാണ് ഇയാള് പ്രസിഡന്റ് ആവുന്നത്. അബുദാബി എന്നാ ഷെയ്ഖോ ഏതൊരു പുള്ളി, പിന്നെ സബ്ബായിട്ട് ദുബായിലെ ആള് വന്ന്. എന്നിട്ട് അങ്ങനെ ഈ ഇതുണ്ടല്ലോ ട്രാൻസ്പോർട്ട് സാധനങ്ങൾ, ചരക്ക് നീക്കം, പണ്ട് ബ്രിട്ടീഷുകാർ തുടങ്ങി. അങ്ങനെ സഹായിച്ച സമയത്ത് അങ്ങനെ അവർക്ക് മനസ്സിലായി ഓക്കെ അങ്ങനെയാണ്, അങ്ങനെ മെല്ലെ മെല്ലെ നന്നാവാൻ തുടങ്ങി. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇടയിൽ ഒരു ഗ്യാപ്പ് എടുത്ത് 2 ദിവസം തങ്ങി പോവാനും. പക്ഷെ അന്ന് മറ്റേ പൈറേറ്റ്സ് കൂടുതലുള്ള ഏരിയ ആയിരുന്നു അത്. അതെയോ? അപ്പൊ ബ്രിട്ടൻ എന്താക്കിയെന്ന് വെച്ചാല് നമുക്ക് ഇവിടെ സഹായം തരികയാണെങ്കിൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ ഇവർ ഈ ബോർഡറിലുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയിരുന്നു ഫുള്ള്, ഈ ടെറിട്ടറീസ് തമ്മില്. ദുബായ് എല്ലാ ഏരിയയിലുണ്ടായിരുന്ന പേർഷ്യയിലുള്ള ആൾക്കാർ തമ്മില്. അങ്ങനെ ബ്രിട്ടൻ ഇവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുത്ത് ദുബായ് കുറച്ച് ഏരിയ, അബുദാബി ദുബായ് ഒരു കുറച്ച് സ്ഥലം സ്ട്രിപ്പ്, കുറച്ചൊരു ലാൻഡ് സ്ട്രിപ്പ്. എന്നിട്ട് അത് കഴിഞ്ഞ് ഇൻഡിപെൻഡൻസിനൊക്കെ ഏകദേശം അടുത്തെത്തിയപ്പോ 1800-കളിലാണ് പിന്നെ ഭയങ്കര ഒരു മാറ്റം വരുന്നത്. 1800 1970 1980-1980-ലൊക്കെ. ഞാൻ ഈ 1800 കേട്ടപ്പോ 250 വർഷം മുമ്പ് അല്ല, അതിങ്ങനെ ഡെവലപ്പായി വരുന്നുണ്ട്. അതിനുശേഷം പുതിയ ഇപ്പോഴുള്ള ഷെയ്ഖിന്റെ അച്ഛനില്ലേ, പുള്ളിയുടെ ഇതിന് ശേഷമാണ് ഭയങ്കരമായിട്ടുള്ള മാറ്റം വന്നെന്ന് പറയുന്നത്. പുള്ളി കുറെ റെവല്യൂഷണറി ആയിട്ടുള്ള കുറെ, അതായത് ടാക്സ് ഫ്രീ സോണുകള്, ടാക്സ് ഇല്ല, നീ ഉണ്ടാക്കുന്നതിന് ടാക്സ് ഇല്ലാത്ത കൊണ്ടൊന്നും ഇയാളാ, നീ എത്ര പൈസ ഉണ്ടാക്കി അവിടെ ടാക്സ് വാങ്ങൂല. അതുപോലെ ഈ ചരക്ക് നീക്കത്തിന് അവിടെ വണ്ടി ഷിപ്പ് അതിനൊന്നും ഇമ്പോർട്ട് ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങള് കൊണ്ടുവന്നു അയാള്. ഏതൊക്കെയോ ലോകത്തിലെ ഏറ്റവും വലിയ കുറെ തുറമുഖങ്ങളിൽ രണ്ടെണ്ണറ്റ ദുബായിലുള്ളത്. നാട്ടിൽ നിന്ന് കുറെ പേര് ലോജിസ്റ്റിക്സില് ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും അവസരങ്ങൾ അവിടെ ഉണ്ടായിരിക്കാൻ. അതിനുശേഷം പിന്നെ ഈ പുതിയ ഷെയ്ഖ് വന്നതിന് ശേഷമാണ്, അതിനുശേഷം തോന്നുന്നുണ്ട് മറ്റേ ഈ ഇത് എമിറേറ്റ്സ് ഒക്കെ വന്ന കൊണ്ടുവന്ന ഇയാളാ പുതിയ ഷെയ്ഖ. അയാൾ ഓൾറെഡി ചരക്ക് നീക്കം ഇവരെ കൺട്രോളിലായല്ലോ, കൺട്രോൾ എന്നല്ല, വൺ ഓഫ് ദി മെയിൻ പോർട്ട് ഇതാണ് ഇവർക്ക്. അപ്പൊ ഇയാൾ എന്ത് ചെയ്ത് ഇവിടെ വന്ന് നിർത്തി പോന്ന എണ്ണ, അതായത് ഇവിടെ വന്ന് നിർത്തിയിട്ട് ഏഷ്യ യൂറോപ്പ് അമേരിക്കൻ കണക്ഷനാണ് അവര് മെയിൻ ആയിട്ട്. ഇവിടെ നിർത്തി പോവാണെങ്കിൽ എണ്ണയ്ക്ക് ഇവര് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാൻ തുടങ്ങി, ഇവിടെ ജെറ്റ് ഫ്യൂവലിന്. എന്താ വെച്ചാൽ ഇവർക്ക് ഓൾറെഡി എണ്ണ ഉണ്ടല്ലോ കുറച്ച്, ഇവർക്ക് അപ്പം ഒന്നാമത് എമിറേറ്റ്സ് ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എയർലൈൻ അല്ലേ, അത് കൂടാണ്ട് വരുന്ന ഫ്ലൈറ്റ്സ് ഒക്കെ ഇവിടെ വരാൻ തുടങ്ങി. അതിന്റെ കൂടെ ടൂറിസം ഒരു ബൂസ്റ്റ് ചെയ്ത് ലോകത്തിലുള്ള എല്ലാ അതിന്റെയും അതിലും ബെസ്റ്റ് ആയിട്ട് ദുബായിലില്ലേ. അതെ, ഏറ്റവും വലിയ ടവർ. അതുകൊണ്ട് തന്നെ ഇരിക്കില്ല, നിങ്ങൾ അവിടെ ഇറങ്ങിയതല്ലേ പോയപ്പോ ദുബായ് എയർപോർട്ടൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു. ബുർജ് ഖലീഫ എന്തൊക്കെയോ അല്ല മറ്റേ മാളെന്ത് വില മറ്റേ എന്തെന്നാ ദുബായ് എക്സ്പോസ്, ഒരു വേൾഡിന്റെ ഒരു കേന്ദ്രം പോലെ അത്രയും കുഞ്ഞു സ്ഥലത്തേക്ക് അവർ എത്തിച്ചില്ലേ. അത് ഇത് പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ കോവിഡും 2008-ലെ മറ്റേ സെഷനൊക്കെ സംബന്ധിച്ചപ്പോ ദുബായിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും ഫസ്റ്റ് നന്നാവ് ദുബായ് ആണെന്ന് ബാക്കി കൺട്രീസിന്റെ കാര്യം. ഇവർക്ക് ഇപ്പൊ ഇങ്ങനെ ഇടിവ് സംഭവിച്ചു. ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങാണ് ദുബായിൽ തുടങ്ങുക, കാര്യം ടാക്സ് ഇല്ല, ഒന്നുമില്ലല്ലോ, താഴെ പോകാനും കയറി വരാനും അവർക്ക്. അത് നീ ആലോചിക്കണം, വെറും മരുഭൂമിയുള്ള സ്ഥലത്ത്. എന്താണെന്നാ എനിക്ക് തോന്നണേ, ഇത് വെച്ചിട്ട് അവർക്കിപ്പോ അറിയാമായിരിക്കുമല്ലോ എന്താണ് ഭാവിയിൽ പെട്രോളിയം പോവും, ഇലക്ട്രിക്കിന് കുറെ സംഭവം വരും. അതുകൊണ്ട് അവർ ഇപ്പോഴേ അത് ഇയാളുടെ കോട്ടാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴുള്ള ഷെയ്ഖിന്റെ അച്ഛന്റെ കോട്ടറ്റാ ഒരു വലിയൊരു ഫേമസ് കോട്ട് ഉണ്ടല്ലോ. അതായത് എന്റെ അച്ഛൻ ഒട്ടകത്തില് സഞ്ചരിച്ചു, ഞാൻ ബെൻസിൽ സഞ്ചരിച്ചു, എന്റെ മകൻ ലാൻഡ് റോവർ ആയിരിക്കും, എന്റെ മകന്റെ മകൻ ലാൻഡ് റോവർ ആയിരിക്കും, പക്ഷെ അവന്റെ മകൻ ഒട്ടകത്തിലായിരിക്കും. ഇത് തീർന്നു അതായത് തീർന്നു പോകുന്നു.
അപ്പൊ അയാൾ ചെയ്തെന്താ എണ്ണയിൽ അയാള് ഫോക്കസ് ചെയ്തില്ല. ആ എണ്ണ നൈസായിട്ട് ഇങ്ങനെ പൈസ എടുത്ത് ഇപ്പറങ്ങ് നന്നാക്കി എടുത്തു. ഇപ്പൊ ചിലപ്പോ എണ്ണ ഇല്ലാതെ ജീവിക്കാൻ പറ്റും ടൂറിസം വെച്ച് മാത്രം. ചിലപ്പോ ടൂറിസം, ചരക്ക്, അതായത് ലോകത്ത് ചരക്ക് നീക്കം യൂറോപ്പ്, ഏഷ്യ അതൊക്കെ എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഉറപ്പായിട്ട് ദുബായ് ഉണ്ടാവും. ദുബായിലാണോ സൗദിയിലാണോ മറ്റേ നീളത്തിലുള്ള ഒരു സിറ്റി കൊണ്ട് കിടക്കണേ ഇപ്പൊ? ആ സൗദിയല്ലേ? സൗദിയാണോ? നിർത്തി വെച്ചൊക്കെ പറയുന്നുണ്ട്. അതെയോ? കറക്റ്റാണോ? സൗദിയിൽ വേറെ എന്തോ ഒരു ജിദ്ദ ടവർ എന്ന് പറഞ്ഞൊരു ടവർ കൊണ്ട് കിടക്കുന്നുണ്ട്. 1 കിലോമീറ്റർ മേലുള്ള മക്കളുള്ള 1 കിലോമീറ്റർ നീളേ. അതിന്റെ മുകളിൽ തണുപ്പായിരിക്കും. അയ്യോ, കാര്യം കാലാവസ്ഥ മാറിയുന്നു. മുകളിൽ പോകുമ്പോ ഇടി മിന്നലും കാറ്റും മഴയൊക്കെ, താഴെ അതായത് ഒരു 150 നിലയിൽ നോക്കി ചിലപ്പോ അവിടെ നോക്കി ചിലപ്പോ താഴെ ഇടിവിട്ട് മഴയൊക്കെ ഉണ്ടാവും. മുകളില് വേറെ അവസ്ഥയ്ക്ക്. അയ്യോ, 1 കിലോമീറ്ററേ. വേറെ കുറെ രാജ്യങ്ങൾ ഈ പറഞ്ഞ സ്കൈ സ്ക്രേപ്പർ അങ്ങനെയല്ലേ പറഞ്ഞ അതിന് പരിപാടികൾ നിർത്തി. ചൈനയില് ഷാങ്ഹായിൽ കെട്ടിടുന്നുണ്ട്, ഷാങ്ഹായ് ടവർ അങ്ങനെ എന്തോ. അവിടെ ചൈനയിൽ ഐറ്റം കെട്ടിടുന്നതാണ്. ഇറങ്ങിയപ്പോ എന്താണ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോ കൊട്ടിക വെച്ച് നടത്തിയതാണ്. 2 കൊല്ലം 3 കൊല്ലം കൊണ്ട് തന്നെ പകുതി ഓഫീസും കാലിയായി. കൊടുക്കത്തെ റേറ്റും വാടക അങ്ങനെ പറഞ്ഞിട്ട്. ഇപ്പൊ അതോടെ ഇങ്ങനത്തെ കുറെ അനുഭവം ഉള്ളതുകൊണ്ട് അത് നിർത്തി. അമേരിക്കയിൽ ഇപ്പോ വലിയ വലിയ ഉയരങ്ങളുള്ള കെട്ടിടങ്ങളില്ല. പണ്ടൊക്കെ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ പണിതുകൊണ്ട് പോയായിരുന്നു. പിന്നെ വേൾഡ് ട്രേഡ് സെന്റർ, പുതിയ വേൾഡ് ട്രേഡ് 1 അത് മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട് ഒരു അവരും നിർത്തിയത്. യൂറോപ്പിൽ പണ്ട് തൊട്ടേ ഉയരം കൂടിയ കെട്ടിടങ്ങളല്ലല്ലോ പൈതൃകം. ഇന്ത്യയിൽ ഇപ്പൊ ഇങ്ങനെ കുറെ ദുബായിൽ എന്താന്ന് വെച്ചാൽ ഇവരൊക്കെ എന്താ ഇതാണ് ഈ വരുന്ന ടൂറിസം, പിന്നെ ഈ ചരക്കിന് വരുന്ന ആൾക്കാര് അവിടെ 85% ആൾക്കാരും ഇമിഗ്രൻസാ, അടുത്ത നാട്ടുകാരല്ല. 85 ആലോചിച്ച് നോക്ക്. 100 ആളെടുത്താലും 80 ആള് ദുബായ്ക്കാരല്ലാതെ. എന്താണല്ലേ അവിടത്തെ എങ്ങനെയാണാവോ അവരുടെ ഒരു പുതിയ തലമുറയിലേക്ക് ചിലപ്പോ അവർക്ക് തന്നെ അറിയായിരിക്കുമല്ലോ പരസ്പരം. അവരുടെ തന്നെ സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അന്നുണ്ടായിരുന്ന ഈ ഗോത്രത്തോലന്മാരാണ് പിന്നെ ഷെയ്ഖുകളായി വരുന്ന ആൾക്കാര്. ആണോ? അന്നത്തെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ അമേരിക്കയിൽ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റേസ് ഉള്ള അമേരിക്കയിലാണ്. ലിവിങ് സ്റ്റാൻഡേർഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്ക ഭയങ്കര താഴെയാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണെങ്കിലും എല്ലാം, ഹാപ്പിനെസ് ഇൻഡെക്സ് ഒന്നും അമേരിക്ക ഭയങ്കര സംഭവമൊന്നുമല്ല. അത് യൂറോപ്യൻ ഈ നോർഡിക് കൺട്രികളൊക്കെയാണ് ഭയങ്കരമായിട്ട്. അത് മറ്റേ UFO ഒക്കെ വരികയാണെങ്കിൽ ആദ്യം അമേരിക്കയിലേക്ക്. അവരെ മാപ്പിൽ അമേരിക്ക മാത്രമേ ഉള്ളൂ, വേറെ അമേരിക്കയിലെല്ലാം ഉണ്ട്. അതായത് നല്ലതുണ്ട്, ചീത്തയുണ്ട്, അടിപിടിയുണ്ട്, കത്തിക്കുന്നുണ്ട്. ഇവിടെ എന്തായിട്ട് കൊടുക്കുന്നത് പറയൂലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നാട്. പണക്കാരന് വേണ്ട മൾട്ടി ബില്യണിയറുകൾ ഏറ്റവും കൂടുതലുള്ള നാട്. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ കുറെ ഇമിഗ്രൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവര് കയറും. അതിന്റെ എന്തോ ഒരു കണക്ക് അതിന്റെ ഒരു കണക്കുണ്ടല്ലോ, അതിൽ അമേരിക്കയിലുള്ള എന്താ 1% എന്തായിരുന്നു ഈ, അതായത് ബേസിക്കലി ഓൾമോസ്റ്റ് അമേരിക്ക മൊത്തം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അവിടുത്തെ മില്യണേഴ്സിന്റെ കയ്യിലാണ്. അതെല്ലേ? ബാക്കി സാധാരണക്കാരൊക്കെ ഫുള്ള് വീടില്ലാത്തവരും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ. ഈ അടുത്ത് വേറൊരു വീഡിയോ ഉണ്ടായിരുന്നേ, ഹോസ്പിറ്റലാണെങ്കിലും അതെ ഭയങ്കര ബില്ലൊക്കെ അവിടെ. ഹോസ്പിറ്റൽ ആദ്യം കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടേ. അമേരിക്കയിലുള്ളവര് ഗസ് ചെയ്യണം UK ഒരു ഇൻഹെയിലറിന്റെ പ്രൈസ്. അത് ഒരു അത്രയും കാര്യം. ഇവിടെ ബേസിക്കലി കുറെ കാര്യങ്ങളൊക്കെ ഫ്രീ ആണല്ലോ. അല്ല, ഈ അടുത്തൊരു വീഡിയോ ഉണ്ടാണേ, കാനഡയിൽ പഠിക്കാൻ പോയ കുറെ, എനിക്ക് ഭൂരിഭാഗം ആൾക്കാർ നോർത്ത് ഇന്ത്യ, പഞ്ചാബ് ആ ഭാഗത്തുള്ളവരാണ്. ഇങ്ങനെ മറ്റേ ഇവർ ബോർഡർ ക്രോസ് ചെയ്യണം കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക്. അപ്പൊ ഇങ്ങനെ ജയ് വിളിച്ചിട്ടൊക്കെ പോണേ ചില അമേരിക്ക എന്നൊക്കെ പറഞ്ഞേ. അതായത് ഒന്ന് ആലോചിക്ക്, ഇവിടെ നിന്ന് കാനഡയിലെത്തി, അവിടെ നിന്ന് പിന്നെ ഇതായിപ്പോ എന്ത് റിസ്ക് എടുക്കണം, എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇത്രനാളും മറ്റുള്ള ആൾക്കാര് പറഞ്ഞിട്ടുണ്ടേ, മെക്സിക്കോയിലുള്ളവരെയും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ. ഇതൊക്കെ മൊത്തത്തിൽ നാടിനെ തന്നെ ചീത്ത പേരാ. ഇന്ത്യക്കാര് വന്നാൽ പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, എനിക്കൊന്നെന്തറിയോ, ഒരു 100-150 വർഷമൊക്കെ കഴിഞ്ഞാ ആ ഒരു സംഭവം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് റേസ് അല്ല, പൊതുവെ ഒരു ഇന്ത്യക്കാരനാണ്, ഒരു പഞ്ചാബിയാണ്, കാര്യം എന്താ വെച്ചാ ഫുള്ള് മിക്സ്ഡ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്. ഇപ്പൊ തന്നെ ഫിലിപ്പീൻസ് സെറ്റിൽ ആയിട്ട് അവരെ മക്കള് വരുന്ന എല്ലാം മിക്സ് ആയിരിക്കും. ബ്രിട്ടീഷ് ഫിലിപ്പീൻസ് മിക്സ്. അവരെന്ത് വിളിക്കാനാ?
ബ്രിട്ടീഷ് ഫിലിപ്പീൻസോ ആർക്കറിയാം. ശരിയായിരിക്കും. ഇങ്ങനെ കുറെ കാലം കൂടുന്തോറും ഇങ്ങനത്തെ കുറെ മിക്സ്ഡ് റേസുകൾ വരുമല്ലോ, കുറെ വിഭാഗങ്ങളായിട്ട് ഇങ്ങനെ അവസാനം ഇതിലൊന്നും ഒരു പ്രസക്തി ഇല്ലാതെയാവും മൊത്തത്തില്. അതെ, കാര്യം ഇപ്പൊ ഉള്ളത് തന്നെ ഒറിജിനൽ ആണെന്ന് ഉറപ്പ്. ഇപ്പോഴും ഒന്നും ഒറിജിനൽ അല്ല. സത്യം പറഞ്ഞാൽ നീ ഒരു യൂറോപ്പിനെ പോയിട്ട് അവന്റെ DNA എടുത്ത് നോക്കിയാൽ അതിലൊരു ആഫ്രിക്കന്റെ ജീന ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ അതിലൊന്നും ഒരു കാര്യമില്ല. നോക്കണമെന്നൊരു കാര്യം. വേറെ ഈ അടുത്തെന്തോ ജപ്പാൻ എന്തോ UK BRP വെച്ച് ജപ്പാനിലെ വിസ ഇല്ലാതെ സന്ദർശിക്കാം. പക്ഷെ അതിനകത്ത് ഹിന്ദി ഇല്ല. ഇന്ത്യൻ BRP ഉള്ളവർക്ക് അതാണ് പേര് ആലോചിച്ചത്. അയ്യടാ, ജപ്പാനിലൊക്കെ ഒന്ന് പോകാൻ പറ്റുന്നെങ്കിൽ. കൊറേ രാജ്യങ്ങളുണ്ടേ അങ്ങനെ. ദുബായ് എങ്ങനെയാ BRP ഉണ്ടെ പോയി വരാം. അതെ അതെ, ബഹ്റൈൻ പറ്റും, ഖത്തർ പറ്റും. പക്ഷെ അവിടേക്ക് ഇന്ത്യക്കാർക്ക് വിസ എടുക്കണോ അല്ലേ ദുബായിൽ പോണെങ്കിൽ? നമുക്ക് പക്ഷെ വേണ്ട. നമ്മൾ അതിനെന്തായാലും പറയാ ഗോൾഡൻ വിസ അല്ല, നമ്മൾ ഇറങ്ങി സ്പോട്ടിൽ വിസ അടിച്ചില്ല അവര്. ഓണറൈവൽ വിസ 60 കൊണ്ടിട്ട് അത്ര തന്നെ ഉണ്ട്. എനിക്ക് ഓർമ്മയില്ല അത്രയും. ചെറിയ എന്താ വിസയുള്ളൂ. ദുബായ് രസാട്ടാ. അതെ അതെ, ജീവിക്കുന്നവരെ അറിയില്ല. ടൂറിസ്റ്റ് പോയി ഒന്ന് അടിച്ചു പൊളിച്ചു തരാം. ഒരാഴ്ചത്തേക്കൊക്കെ. ഞാനൊരു ടോപ്പിക് ഇട്. ശരി, ഇത്ര നേരം കൂടി കേട്ടിട്ട് എന്താ അവസ്ഥ ചെയ്തോ? പിന്നെ താൻ എന്തിനാണ് അമേരിക്ക, ആപ്പിള്, UK BRP, ദുബായ്. അല്ല, ആവേശം ചർച്ച ചെയ്യാനുള്ള ഇതാണ് ഇത്. ഇറങ്ങണ പടക്കം 100 കോടി. അത് തന്നെ കറക്റ്റ് ആണോ ഒരു കണക്ക്? വെറുതെ അടിച്ചിറക്കണോ ആവേശത്തിനൊക്കെ? അതായത് ഇപ്പൊ മറ്റേ പവി കെയർടേക്കർ ഇങ്ങനെ കളക്ഷൻ ഇങ്ങനെ നോക്കി, പവി കെയർടേക്കർ ഇറങ്ങിയല്ലോ പുതിയ ഇറങ്ങിയിട്ട് അതിന്റെ 2.5 ഇരട്ടി കളക്ഷൻ ഈ ഞായറാഴ്ച, ഇന്നലെ ശനിയാഴ്ച കിട്ടിയിരുന്നേ. അതിനെന്തോ 1 കോടിയും ഇതിന് 2.5 കൂടി എന്തോ കേരളത്തിൽ നിന്ന് മാത്രമേ. അത് ഇറങ്ങിയിട്ട് 3 ആഴ്ച എന്തായില്ലേ ആവേശം. വൻ ഇത്. അത് 100 കോടി, ഇത് 100 കോടി. ഇന്ന് മമ്മൂട്ടി ഇട്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നോ? അങ്ങനെ അയ്യോ, കുറച്ചും കൂടി ഫിറ്റ് ആയോലെ? അതെ, ഒരു മസിലൊക്കെ ആയോലെ? ടീഷർട്ടിന്റെ അതായിരിക്കും. അല്ല, ഇത്രയും പ്രായമായ പിന്നെ ഇത്രയും മസിലൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ 75 വയസ്സൊക്കെ ആയിട്ട് മുടി വളർത്തില്ലേ പുള്ളി? ഈ പിള്ളേർ സെറ്റ് മൊത്തം ഇത് കാണും. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റോറി. അതെ, അടിച്ചൊളി പടം ഉറപ്പായിരിക്കും. ഒന്നാലോചിക്കും, മലയാളത്തിൽ അവസാനം ഒരു മാസ് ആക്ഷൻ എന്റർടൈനറോ അല്ലെങ്കിൽ മാസ് എന്റർടൈനറൊക്കെ വന്ന് ഏതായിരുന്നു? കൽക്കിയ അല്ല, കടുവ. മാസ് ആക്ഷൻ ആയിരുന്നു, എന്റർടൈൻമെന്റ് കിട്ടിയെന്ന് അറിയില്ല. അയ്യോ, ഞാൻ ഇതുവരെ കണ്ടുപോലില്ലായിരുന്നു. കുഴപ്പമില്ല. ആണോ? ഭയങ്കര രസമൊന്നുമില്ല. മുഴുവൻ തീർക്കാൻ പറ്റില്ല തുടങ്ങിയിട്ട്. ഈ ലൈറ്റ് അടിക്കും ഇടയ്ക്ക്, സ്ലോ മോഷൻ വരും. ബാക്കി അയ്യോ, തല്ലുമാല ഇറങ്ങിയായിരുന്നു ഉള്ളേ. അതൊരു സാധനമായിട്ട്. അത് എന്റെ അമ്മ, അത് ഇച്ചിരി ഭയങ്കര പണിയെടുത്ത പടാണ്. അത് ഭയങ്കര പണിയെടുത്തില്ലേ, എളുപ്പല്ല. അത് തന്നെ എഫേർട്ട് ഇട്ടതിലുള്ളത് ഉണ്ടായിരുന്നു. പലർക്കും മിക്സ്ഡ്, എല്ലാ അഭിപ്രായം വന്നൊരു പടമാണ്. ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തായി കാണിക്കണേ, നോർമൽ കഥ കൺഫ്യൂഷൻ. പക്ഷെ തിയേറ്ററിൽ കാണാൻ ഭയങ്കര കളറ് വാരി എറിഞ്ഞൊരു പടം, കോസ്റ്റ്യൂമിലും എല്ലാത്തിലും. ഇപ്പൊ ആവേശത്തിന് ഇപ്പൊ എല്ലാരും ഇങ്ങനെ വെക്കണേ എന്താണ്, ഈ രാജമാണിക്യം പോലത്തെ ഒരു കാറ്റഗറിയിലേക്കാണ്. അതായത് ക്യാരക്ടറൈസേഷൻ വെച്ച് ഇത്രയും ഐക്കോണിക്കായി ഈ പറഞ്ഞ സംഭവം. അയ്യോ, ആദിവാസിന്റെ ഒരു തിരിച്ചു വരാൻ കേട്ടാ. തിരിച്ചെന്ന് വെച്ചാൽ എന്താണ്, ഒരു തിയേറ്ററിലേക്ക് അവസാനം ഹിറ്റായി പടം അതാ. ഓർക്കണേയില്ല, നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഏതാ വിക്രം ഫഹദിന്റെ സോളോ പടം ഏതാ ഓർക്കണേയില്ല. ഭരത്തനാ? ഭരതന് ശേഷം
മറ്റേ പാച്ചു ഇറങ്ങി, അതിന്റെ മുന്നേ മറ്റേ ഞാൻ പ്രകാശൻ ഇറങ്ങി. അതൊക്കെ ഒരു ഞാൻ പ്രാവശ്യം ഹിറ്റ് ആയിരുന്നു. പക്ഷെ അതൊക്കെ എന്തിറങ്ങിയത് 2-3 കൊല്ലമായില്ലേ. ദുൽഖറിനാണ് ഇനി എന്തെങ്കിലും ഒന്ന് ഇറങ്ങേണ്ടത്. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നല്ലത് ഇറങ്ങിയത് ഇതാണ് കുറുപ്പ്. അത് സീതാരാമൻ കുറുപ്പ് ഇറങ്ങി. പക്ഷെ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. മലയാളമല്ല പടം, മലയാള പടം. ഇന്ന് ദുൽഖറിന് പുതിയ പടം ഒന്ന് കൺഫേം ആയി പറയണ്ടായി, മറ്റേ RDXന്റെ ഡയറക്ടറായിട്ട്. ആണോ? മാസ് പട്ടമായിരിക്കും എന്ന് പ്രതീക്ഷ. ദുൽഖറിന് ഒരു ഇത് വേണം. കാര്യം ദുൽഖറിന് ദുൽഖർ അങ്ങനെ ഔട്ടൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും പടമില്ലല്ലോ. പടം പുള്ളി ഒരു ലെവലെത്തി ഇങ്ങനെ പോവാ. അത് തന്നെ. പുള്ളി ഇങ്ങോട്ടില്ല, നേരെ ഒരു പോക്കാ. അയ്യോ, കാര്യം പറയുമ്പോ പുള്ളിനെ എല്ലാ നാട്ടിലും അറിയാം, എല്ലായിടത്തും ഇതുണ്ട്. പക്ഷെ പടം ഇറങ്ങണ്ടേ, എന്നാലും ഇത് പൊട്ടൻഷ്യൽ അറിയിക്കാൻ പറ്റുള്ളൂ. എന്താണ് പൃഥ്വിരാജ് പറഞ്ഞു പൃഥ്വിരാജിന്റെ വാക്ക് പാലിച്ച് എല്ലായിടത്തും മോടിയാണ് ആടുജീവിതം പുള്ളി എത്തി ഇതായി. പുള്ളിക്ക് റെക്കഗ്നീഷൻ ഉണ്ട്, എവിടെ പോലും പൃഥ്വിരാജ് ആരാന്നറിയാം. അതെ. ഇപ്പൊ ഇതൊരു പെർഫോമൻസ് വെച്ചും ഇങ്ങനത്തെ ഒരു സാധനം എന്തായാലും ഒരു നാഷണൽ അവാർഡ് എന്തായാലും ഇതിന്റെ കൊടുക്കും തന്നെ കിട്ടുമായിരിക്കും. മൊത്തത്തില് എന്താണ് നടൻ എന്ന നിലയിലും രണ്ട് ശ്രീരാമവിളി കൂടി ഉണ്ടായിരുന്ന ഉറപ്പായി കിട്ടിയത്. അയ്യോ, ശ്രീരാമന്റെ പറഞ്ഞപ്പോഴാ രൺബീർ കപൂറിന്റെ പുതിയ ഞാൻ കിട്ടിപ്പോയി. ഇയാളുടെ വന്ന പടങ്ങളുണ്ട് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഈ രാമായണം 3 പാർട്ട്, ബ്രഹ്മാസ്ത്ര 2-3, അപ്പൊ തന്നെ 5 പടം, അനിമൽ പാർക്ക് 2 6 പടം, പിന്നെ ഏതോ കിഷോർ കുമാറിന്റെ ആരുടെ പഴയ പാട്ടുകാരന്റെ ജീവിതം 7. അതായത് ഇതൊക്കെ തീരണ്ടേ അടുത്ത 10 കൊല്ലത്തിനിടയിലെ പ്രൊജക്ട് എന്നാണ് അയാൾക്ക്. പടത്തോട് പടം, ഒടുക്കത്തെ പടങ്ങള്. ഇപ്പൊ രാമായണം ഫസ്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ 2-3 ഇല്ല, പക്ഷെ എന്നാലും ഇതിനൊക്കെ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. മറ്റേ ബംഗാളിതാളല്ലേ? നിതീഷ് തിവാരി. അയ്യോ, അതിന്റെ ഒരു ഹോപ്പ് ഉണ്ട്. പിന്നെ രൺബീർ അഭിനയിക്കുന്ന അത്യാവശ്യമായിട്ട് ചെയ്യുകയും ചെയ്യും. രൺബീർ പറഞ്ഞ പോലെ ആക്കൊരു ലുക്ക് ഉണ്ട്, ശ്രീരാമൻ ലുക്ക് ഒക്കെ. എനിക്ക് കണ്ടപ്പോ എനിക്കാരപ്പായിട്ടൊന്നും തോന്നിയില്ല. അല്ല, ഞാൻ മനസ്സിൽ കണ്ടൊരു ശ്രീരാമൻ ലുക്ക് ഉണ്ട്, പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്ക് ഇയാള് അയ്യോ ഇത് കുഴപ്പമില്ലല്ലോ. രൺബീരപ്പോ കണ്ണെന്നൊക്കെ കുറെ സാധനങ്ങൾ ഇടുമല്ലോ, നേരാന്നൊക്കെ വിളിച്ചിട്ട് ശ്രീരാമൻ. അയ്യോ, അയ്യോ. മറ്റേ അനിമൽ പാർക്ക് 2025 തുടങ്ങുന്നു. 26 ഇയാള് മൂടിയിടുന്ന ഷൂട്ടിംഗ് ആയിരിക്കും. അവസാനം രാമനും ആനിമൽ പാർക്ക് കൂടി അങ്ങനെ മാറിപ്പോണ്ടെന്നാ മതി. ആനിമൽ പാർക്ക് പോയിട്ട് ശ്രീരാമൻ നിക്കണ് എന്താണോ? അയ്യോ, ലൊക്കേഷൻ മാറി. 2 സീൻ എടുത്തിട്ട് വരാം. ശരിക്കും പറഞ്ഞാ രൺബീർ ഞാൻ വിചാരിച്ച ഔട്ടായി പോകുന്ന കരുതി ആനിമലിലൂടെ കയറിപ്പോയല്ലോ. പക്ഷെ എനിക്ക് ഔട്ടായി കിടക്കണ ഈ അമീർ ഖാൻ, സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, ഹൃതിക് റോഷനാണ്. അത്യാവശ്യം എന്താണ് എന്തൊക്കെയോ അക്ഷയ് കുമാർ ഒഴികെ ബാക്കിയുള്ളവർ എന്തൊക്കെയോ കാണിച്ചു വന്നിരുന്നവരാണല്ലോ. പക്ഷെ എന്തൊക്കെയോ അല്ല, അതിനകത്ത് തന്നെ അമീർ ഖാൻ, ഹൃതിക് റോഷൻ നല്ല ലെവലിൽ പോയിരുന്ന ആൾക്കാർ. അതെ. ഇപ്പൊ ഷാരൂഖ് ഖാന്റെ അവസാനത്തെ കത്തിക്കൽ കഴിഞ്ഞ് പിന്നെ അയാളൊന്നും കേൾക്കണില്ല. എനിക്കങ്ങനെയാണ് ഒരു പ്രൊജക്ടിങ് അറിയില്ല, പറയാൻ പറ്റില്ലട്ടാ. കാര്യം ഇങ്ങനെ മറ്റേ VFX ഒക്കെ ഉള്ളതുകൊണ്ട് മുഖൊക്കെ വേണം ചെറുപ്പാക്കി ഇറക്കിക്കളയും. അത് ചിലപ്പോ ഇനിയും ചെയ്യാം. ഇതിൽ നല്ല ജവാലൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ജവാൽ ആ പാട്ടിലൊക്കെ കണ്ടില്ലേ എന്തോ ഒരു സോഫ്റ്റനിങ് ഫീസൊക്കെ എനിക്ക് യങ്ങാക്കി. കുറ്റം പറയാനൊന്നുമില്ല, ഇപ്പൊ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടല്ലോ യങ്ങാക്കിയുള്ള പരിപാടി. ഇന്ത്യയിലാണ് വന്നു തുടങ്ങിയത് നല്ലതാന്ന് ഞാൻ പറയൂ. VFX അത്ര നന്നായോണ്ടല്ലേ, ഒറ്റടി കാണുമ്പോ തോന്നൂല. ഇല്ല, ആ പാട്ടിലൊന്നും തോന്നൂല. പിന്നെ മനസ്സിലാവൂല ഇയാളുടെ കുറെ അവിടെ ഇവിടെ കാണുന്നില്ലേ ഇയാളുടെ ഫോട്ടോ ഒക്കെ. ഇത് പ്രഭാസിന്റെ പടം എന്തോ ജൂണിൽ ഇറങ്ങുന്നു. ഇത് മറ്റേത് കൽക്കി ഡ്യൂൺ. അതിന്റെ അകത്തൊരു സാധനം കണ്ട അശ്വത്മാവിന്റെ എന്ന് പറഞ്ഞാണ്. അയ്യോ, പക്ഷെ അത് രസമായില്ലേ? ഞാൻ വെച്ചേ അശ്വത്ഥമാവോ, അതായത് ഒരു മോഡേൺ സംഭവം പോലെ മഹാഭാരതം. ചെറുപ്പാക്കി വല്ലാണ്ട്. ആരെ? അമിതാഭ് ബച്ചനെ. ഞാൻ വിചാരിച്ച് ചെറുപ്പാക്കുന്നതിന് ഇയാളല്ലേ? അയ്യോ, ചെറുപ്പാക്കുന്നല്ല അത്. പക്ഷെ അമിതാഭ് ബച്ചൻ തന്നെ അഭിനയിച്ചല്ലോ, വേറെ ആളല്ലേ? അമിതാഭ് ബച്ചനല്ല, ഞാനത് വേറെ ആളാണെന്ന് കരുതി. എനിക്കറിയില്ല. VFX അതെയോ? അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കരുതി രൂപസാദൃശ്യമുള്ള ഒരു തന്നെ കൊണ്ട് ഇതിന് ചെയ്യിപ്പിച്ച. അറിയില്ലാട്ടെ, എനിക്ക് പറയാൻ പറ്റില്ല. തട്ടിവിടും ഞാൻ. 500 കോടിക്ക് മല മറിക്കുന്ന പറഞ്ഞിട്ട്
കാർട്ടൂൺ ട്രിക്കിലെ കാർട്ടൂൺ ഏതായിരുന്നു മറ്റേതല്ലേ രാമന്റെ അയ്യോ ആദിപുരുഷ്. അതിപുരുഷ്. പക്ഷെ ഇത് അശ്വത്ഥമാന്ന് കേട്ടപ്പോഴേ ഞാൻ ഇവിടെ ഞെട്ടിപ്പോയി. ഞാൻ പണ്ട് ഈ ബാലരമയില് മഹാഭാരത വായിച്ചിരുന്നപ്പോ അന്നത്തെ ഫേവറേറ്റ് കഥാപാത്രങ്ങളായിരുന്നു അശ്വത്ഥമാവൊക്കെ. അപ്പോ ഭയങ്കര സെറ്റപ്പ് ആയിട്ടാണ് കണ്ടേക്കണേ. അത് പിന്നെയും ഇങ്ങനെ കേട്ടപ്പോ അയ്യോ എവിടെ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു ഇതായി പോയി. അല്ല ഇന്ത്യൻ ടൂല് ഇയാളൊക്കെ വരുന്നുണ്ടല്ലോ. അതിന്റെ ട്രെയിലറിൽ തന്നെ വരുന്നുണ്ടല്ലോ. ആ സീനില് കണ്ടില്ല മറ്റേ ഇയാള് അയ്യോ മരിച്ചുപോയ നമ്മളെ മലയാളത്തിലെ ആക്ടറൊക്കെ നെടുമുടി വേണു ട്രെയിലറിലുണ്ട് പുള്ളി ഷോട്ടില്. പക്ഷെ അത് അടിപൊളിയായിണ്ടത്. അത് വെച്ച് നോക്കുമ്പോ അത് ഏറ്റവും ബെസ്റ്റ് ഇതുവരെ ഉള്ളതിൽ അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റീക്രിയേറ്റ് ചെയ്ത രണ്ടെണ്ണാണല്ലോ. ഒന്ന് മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ പോൾ വാക്കറിനെ. ആ സിനിമയില് ഓൾമോസ്റ്റ് എല്ലാം CG ആ. പോൾ വാക്കർ ഫുള്ള് ആ കാറ് ചാടിക്കുന്ന സീൻ കുറെ സീനുകളൊക്കെ CG ആണ് പുള്ളി. ഫേസ് റീപ്ലേസ് ചെയ്തല്ലേ അനിയനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട്. പിന്നെ ഉള്ളത് ഇതില് ഈ ലേറ്റസ്റ്റ് ഇറങ്ങി ഇന്ത്യാന ജോൺസില് ഹാരിസൺ ഫോർഡിനെ യങ് ആക്കിയിട്ട് പുള്ളി വയസ്സായല്ലോ ചെയ്യാൻ പറ്റില്ല. വേറെ ആളെ എടാ VFX ആ പുള്ളി അഭിനയിച്ചേ. പുള്ളി അഭിനയിച്ചിട്ട് ഫേസ് യങ് ആക്കി. പുള്ളി ഇരുന്ന എന്താലേ. പക്ഷെ ചില സീനുകളിൽ കത്തും എന്നാലും അടിപൊളിയുണ്ട്. സംഭവം അടിപൊളിയുണ്ട്. ആ ക്വാളിറ്റി ഉണ്ട്. വേറൊരു കൂട്ടർ ചെയ്തായിരുന്നു കുറച്ചാളമ്പ് ജസ്റ്റിസ് ലീഗ് എന്ന് പറഞ്ഞ്. മീശ പോലും ഇതാക്കാൻ പറ്റിയില്ല. പക്ഷെ കാസ്റ്റിംഗ് അടിപൊളിയായിരുന്നു അതിലെ. ഏതിന്റെ? ജസ്റ്റിസ് ലീഗിൽ അക്വാമാൻ ആണെങ്കിലും ബാറ്റ്മാൻ ആണെങ്കിലും മറ്റേ സൂപ്പർമാൻ ആണെങ്കിലും പറഞ്ഞപ്പോ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയാണ് ആ കോമിക് ഉള്ള കറക്റ്റ് ആണ് സംഭവം എന്നുള്ള ഒരു ഇത് കിട്ടുന്നത്. പിന്നെ ബാറ്റ്മാൻ ട്രെയിനിങ് വീഡിയോ ബാറ്റ്മാൻ തന്നെ. സോറി ചേട്ടാ. അല്ല ഏറ്റവും ബെസ്റ്റ് ബാറ്റ്മാൻ സ്റ്റണ്ട് സീൻ ഉള്ളത് ഇതിലാ. മറ്റേ അത് മറ്റേ നോളന്റെ ബാറ്റ്മാനിൽ അങ്ങനത്തെ ഒരു ഫൈറ്റ് ഇല്ല. അതിനകത്ത് ബാറ്റ്മാൻ കുറച്ച് വീക്ക് ആണെന്ന് പറയാം. അതിന്റെ അകത്ത് ഇത് മാത്രമേ ഉള്ളൂ, മ്യൂസിക് മാത്രമേ ഉള്ളൂ. പിന്നെ കുറെ ബൈക്ക് സ്റ്റണ്ട്, പിന്നെ ഈ നാടൻ ഫൈറ്റ് മെയിനായിട്ട് തന്നെ ഇടിക്കാൻ സമയം എടുക്കണില്ലേ. മരണ ഇടി പറത്തിക്കളഞ്ഞ. അയ്യോ പറഞ്ഞു വന്ന ഇന്ത്യൻ പടങ്ങളായിരുന്നല്ലോ അല്ലെ. ഇനിയിപ്പോ മലയാളത്തിൽ ഇതെല്ലാം ഇപ്പൊ ഇംഗ്ലീഷ് എന്താണ് ആടുജീവിതം മാത്രം ഒരു ഇത്രയും വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ആവേശം ഹൈപ്പ് ഉണ്ട്, പക്ഷെ എന്നാലും 100 കോടി ഹൈപ്പ് നമുക്ക് പ്രതീക്ഷിച്ചിട്ടില്ല. ഇനി അതുകൊണ്ട് തന്നെ ഏതൊക്കെ പടങ്ങൾ കയറും. കാര്യം മലയാളം എങ്ങോട്ടാ പോണെന്ന് മനസ്സിലാവില്ലല്ലോ. വർഷങ്ങൾക്ക് ശേഷം ഇത്രയും കളക്ഷൻ. ഇനിയിപ്പോ പറയാൻ പറ്റില്ല. അതിന്റെ സംഭവം ഇപ്പൊ അനുപമ ചോപ്ര ഉണ്ട്. അത് എന്നോട് അനുപമ ചോപ്രയൊക്കെ മെയിൻ ആയിട്ട് ബോളിവുഡ് മാത്രം പിടിച്ചു പോയ പെണ്ണ. അവൾ ഈ മന്ത്ലി റിവ്യൂ ഇടും. ഒരു ചങ്ങാനെ എടുത്തിട്ട് ഓനെ ഏതാണെന്ന് അറിയില്ല. മന്ത്ലി റിവ്യൂ ഇങ്ങനെ സിനിമകള്. അതില് ഒരു 2 ഹിന്ദി പടം 3 പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറയും. പിന്നെ ഇൻഡസ്ട്രിന്ന് മെയിൻ വന്ന 1-2 സിനിമ പറയും. വേറെ ഏതെങ്കിലും ഇപ്പൊ ഞാൻ പറയും എന്തിനൊക്കെ ഇറങ്ങിയാലും ഇപ്പൊ പറയായിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആളാ. കഴിഞ്ഞ 2 മാസത്തില് ലാസ്റ്റ് ഇട്ടതിന്റെ അകത്ത് ബ്രഹ്മയുഗത്തിനെ കണ്ടിരുന്നത്. ബ്രഹ്മയുഗത്തിന്റെ അത് അതിന്റെ മുന്നത്തെ മാസം. ഈ മാസത്തിലിട്ടതില് ഈ 3 പടം വന്നിട്ടുണ്ട്. ആവേശം വന്നിട്ടുണ്ട്, വർഷങ്ങൾക്ക് ശേഷം ആടുജീവിതം. ആണോ? എല്ലാം പറഞ്ഞല്ലേ വിളിക്കുക. അതിന്റെ കൂടെ ഏതോ 2-3 ഹിന്ദി പടവും പറഞ്ഞു. അതിനൊക്കെ കൊന്നുകള്. അയ്യോ. അതായത് ഇപ്പൊ ഈ ബ്ലൂ സട്ടൈമാരൻ എന്ന് പറഞ്ഞൊരു തമിഴ് റിവ്യൂർ ഉണ്ട്. കണ്ടെടുത്തറിയില്ല. ഒരു വയസ്സായ അത്യാവശ്യം പ്രായമുള്ളൊരു എന്താണ് അമ്മാവൻ പോലത്തെ ഒരാളാണ്. അപ്പൊ പുള്ളി എന്നിട്ട് എന്താണ് ഭയങ്കര പച്ചക്ക് തമാശ രീതിയിൽ റിവ്യൂറിനാണേ. അയാളുടെ കുറെ മലയാളം പടങ്ങൾ റിവ്യൂകൾ വന്നു തുടങ്ങി. പണ്ടും ഇടയ്ക്ക് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പൊ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് മലയാളം പടങ്ങൾ എന്താണ് അതുണ്ടാവും. അല്ലാണ്ട് ഇപ്പൊ അതൊക്കെ പിടിക്കേണ്ട എന്താ ആവശ്യം? കഷ്ടപ്പെട്ട് സബ്ടൈറ്റിലിട്ട് കണ്ട് ഇതിന്റെ തന്നെ ഇപ്പൊ കുറെ തമിഴ് റീലുകളൊക്കെ കണ്ടു തുടങ്ങി. കാര്യം തമിഴ് എന്താണ് പയ്യന്മാര് ഒരു 10-20 വയസ്സുള്ള പയ്യന്മാരൊക്കെ എന്താണ് ആവേശം കണ്ടിട്ടൊക്കെ മനസ്സിലാവണില്ല. തമാശ ഇട്ടിട്ട് എന്താണ് എന്നാ சொல்றேன்னு ചോദിക്കണേ. അതായത് ഒരു എഫേർട്ട് അവിടെ വന്നു തുടങ്ങി മലയാള പടം കാണാൻ പോകാൻ തിയേറ്ററിൽ. ഇവിടെ പണ്ടേ ഉണ്ടായിരുന്നു. എല്ലാ പടത്തിനും ഉണ്ടായിരുന്നു. ഇത് വരണം. കാരണം അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കുറെ പടങ്ങൾക്ക് ഇവിടെ.
പിന്നെ ഇനിയിപ്പോ ഇറങ്ങാൻ പടം ഇപ്പൊ നമുക്ക് തന്നെ അറിയില്ല ഇത് ഏത് പടമായിരിക്കും ഇത് അടുത്തത് അടിക്കണേനെ. ഇപ്പൊ ഒരു അമ്മാതിരി അൺപ്രഡിക്റ്റബിൾ ഇതായി. കാര്യം ഡെഡ്പൂള് പുതിയ ട്രെയിലർ ഇല്ലേ, ആ അതെന്താ ഇതുവരെ ഇറങ്ങിയ എല്ലാ മാർവൽ ട്രെയിലറുകളുടെ റെക്കോർഡ് അത് ഒറ്റ ട്രെയിലർ പൊട്ടിച്ചു. അതെയോ? ആ ഫസ്റ്റത്തെ ട്രെയിലർ വെട്ടിച്ചായിരുന്നു അങ്ങനത്തെ കുറെ ഇത്. ഇതിന്റെ പക്ഷെ ഫസ്റ്റ് ട്രെയിലറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് തന്നെയാ. ഫസ്റ്റ് ഒരു ബിൽഡപ്പ് വന്നു ഇങ്ങനെ വന്ന് ലാസ്റ്റ് ഇങ്ങനെ അതെ ഇത് തുടങ്ങുന്ന ഇയാളെ കാണിച്ചിട്ട് എന്തൊക്കെയാ കുറെ സംസാരത്തില് കുഴപ്പമില്ല. എന്നാലും ഫസ്റ്റ് ട്രെയിലർ ഭയങ്കര ഇതായിരുന്നു. ഞാൻ പോയി കാണണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയിലുള്ള മാർവലിന്റെ ട്രെയിലർ ഇൻഫിനിറ്റി വാറിന്റെ ഫസ്റ്റ് ട്രെയിലറാ. അയ്യോ there was an idea എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണം. കാലക്കൻ ട്രെയിലറായിരുന്നു. ട്രെയിലർ എന്ന് പറയുമ്പോ ഇപ്പോഴും ബാഹുബലിക്ക് ട്രെയിലറും ഇൻഫിനിറ്റി വാറിന്റെ ട്രെയിലറും പറഞ്ഞത് അടിപൊളിയായിരുന്നു. ഇനിയിപ്പോ തമിഴില് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കുറെ പേര് പറഞ്ഞല്ലോ തമിഴ് പടങ്ങൾ ഹിറ്റായില്ല ഈ വർഷം എന്നൊക്കെ പറഞ്ഞ. പക്ഷെ അവരുടെ മെയിൻ ആൾക്കാരുടെ പടങ്ങളൊക്കെ ഇറങ്ങാൻ പോണേ ഉള്ളേ. ഇപ്പോഴും എന്താണ് വിജയ്, അജിത്ത്, രജനീകാന്ത്, സൂര്യ, കമലഹാസൻ എല്ലാവരുടെയും ഈ പടങ്ങള് അവരുടെ ഒരു യഥാർത്ഥ വിജയുടെ എന്താണ് സെക്കൻഡ് ലാസ്റ്റ് ഒന്നല്ലോ ഇറങ്ങണേ. ഗോട്ട് അതിൽ വലിയ ആൾക്കാർക്ക് എനിക്ക് തോന്നണില്ല. പക്ഷെ വെങ്കട്പ്രഭുവിന്റെ പടമാണെന്ന് തോന്നുന്നത്. നല്ല ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലിയോ ചിലപ്പോ ലെവലിൽ പോയില്ലെങ്കിലും തമിഴിൽ അത്യാവശ്യം ഇതിട്ട ചാൻസ് പടമാണ്. ഇനി ഇയാള് ഇയാള് വരില്ലേ വിജയ്? ഉണ്ടാവില്ലല്ലോ. ഇല്ല, നിർത്തിന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നിർത്തിയതാണോ പറഞ്ഞ? അങ്ങനെയാണോ പറഞ്ഞേ? എന്തല്ലേ അവസാനം അവിടെ ഇരിക്കുന്ന പറഞ്ഞ. രജനീകാന്തിന് എന്തൊരു പടത്തിന്റെ അനൗൺസ്മെന്റ് വന്നല്ലോ. ഇയാളവിടല്ലേ ലോകേഷ്? എനിക്ക് വലിയ ഇഷ്ടപ്പെടില്ല ട്രെയിലർ. കുഴപ്പമില്ല. അയ്യോ, അതായത് ചുമ്മാ ഒരു കസേരയിൽ ഇരിക്കണതല്ലേ. ഇയാള് വരും ഫുള്ള് ഗോൾഡ് മാത്രം മഞ്ഞ കളറിൽ കാണിക്കുന്നു. അതെങ്ങനെ ചെയ്തോന്ന് ആലോചിച്ചിട്ടുണ്ട്. കസേരയിലിരിക്കണ വേറെ ഇരുന്നോളേ. കമലഹാസന്റെ എന്തോ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, തഗ് ലൈഫോ. അതിനകത്ത് ദുൽഖറൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം കേട്ടായിരുന്നു മണിരത്നത്തിന്റെ പടം തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അയാളുടെ ഇന്ത്യൻ ടു തന്നെ മറ്റേ ഇതാണ് മനസ്സിലാവാത്തത്. ഈ ശങ്കർ മറ്റേ രാംചരൺ വെച്ചൊരു പടം എടുക്കുന്നുണ്ട്, ഗെയിം ചേഞ്ചർ. ശങ്കർ അങ്ങനെ ജന്മത്തെടുത്ത് കേട്ടിട്ടുണ്ടാവും. ഒരു പടം കഴിഞ്ഞ് 5 കൊല്ലം കണ്ട അടുത്ത പടം കേട്ടിട്ടുണ്ട്. എന്റെ പൊന്നെ, ശങ്കറിന്റെ എന്തിനു വൻ കച്ചറായിരുന്നു ഇത്. അയാള് അന്നത്തോടെ ഒരു ഫീൽഡോട്ട് പരിവേഷം വന്നു നടന്നു. അയ്യും ഒരു അയാളുടെ ഒരു കരിയറിലെ ഹൈപ്പ് എന്താണ് നിലവാരത്തിന്റെ ഒരു പടമല്ല. അയ്യോ, തെലുങ്കിന്റെ അവസ്ഥ കണ്ടു. ഇപ്പൊ തെലുങ്കിലും അധികം ഹിറ്റുകൾ ഉണ്ടായിട്ടില്ല ഈ കൊല്ലം. പക്ഷെ അവരുടെ ഇപ്പൊ തന്നെ പുഷ്പയുടെ എന്തോ ഒരു ഗ്ലിംസ് പോലെ എന്തോ ഒരു വീഡിയോ വന്നിട്ട് അത്രയും ഹൈപ്പ് കയറിയേ. അതൊക്കെ നീ പറഞ്ഞ 1000 കോടി എപ്പ 1000 കോടി വേണം. അങ്ങനെ 200 കോടി ഓൾറെഡി അക്ഷയമാർഗ താടിക്ക് എടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെ കിട്ടുമെന്ന് കളക്ഷൻ കിട്ടണില്ല. അപ്പോഴാണ് അഡ്വാൻസ്. അയാളൊക്കെ ഒരു ഒറിജിനൽ പടം ചെയ്ത് എത്ര കാലായി? പഴയ അത് ഒറിജിനൽ അല്ല, സെക്കൻഡ് പാർട്ടാ. അത് പഴയ പടത്തിന്റെ ഇതുപോലെയാണ്. അതെ, അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ലെഗസി ഒക്കെ വെച്ചിട്ട് അതേ ക്യാരക്ടറിനെ വെച്ച് പിന്നെയും ഇതാക്കിയാ നോക്കിയല്ലേ. ഞാൻ അതൊരു ഹിറ്റ് ആവില്ല എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പൊട്ടുന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഉണ്ട്. അയ്യോ, പുഷ്പോ എനിക്ക് പുഷ്പ ഫസ്റ്റ് താല്പര്യം തോന്നിയില്ല. 1-2 ഫൈറ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും ഈ നോർത്ത് ഇന്ത്യക്കാർക്കും അവരോടൊക്കെ ഭയങ്കര ഇതായല്ലോ, ക്രൈസ് ആയി പോയവര്. എനിക്ക് ഫസ്റ്റ് ഒന്നാമത് ആ മറ്റേ പെണ്ണിന്റെ ക്യാരക്ടറിന്റെ ആവശ്യമില്ല സിനിമയില്. എന്താ അവളെ പേര്? നാഗവല്ലിയോ? രശ്മികാന്ത് അല്ല, അവളെ സിനിമയിൽ എന്തൊരു പേരുണ്ട്, ശ്രീവല്ലിയോ? വെറുതെ ഒരു ക്യാരക്ടർ. അതായത് വിജയ പടങ്ങളിൽ സ്ഥിരം കാണുന്നൊരു നായികനെ പോലെ ഒരു നായിക. അവിടെ ഇല്ലെങ്കിൽ കഥ അതിന്റെ വഴിക്ക് കിടക്കും. സെക്കൻഡ് ഹാഫിലൊക്കെ എന്തോ മറ്റേ സീനില്ലേ, അയ്യേ എനിക്കും ബോറടിച്ചായിരുന്നു. എന്താ ഇവിടെ വില്ലന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോണേക്കാളും എന്തോ അന്യായി